ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ രണ്ട് മോഡലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ആ ഒരു പ്രിൻ്റ് വർക്ക് വരുന്നതും ആ ഒരു ബ്ലാക്ക് സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് തന്നെ രണ്ട് മോഡലിലാണ് നമ്മൾ രണ്ട് കുട്ടികൾക്കാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയ്ക്ക് പോണേക്കാൾ മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ് വീഡിയോ അറിയാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് മനസ്സിലാക്കും. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആ രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുക്കണം. അതായത് ചീത്തവശം വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് നല്ല വശം പുറത്തേക്ക് മറിച്ചതിന് ശേഷം ആ തുൻപുണ്ടല്ലോ അത് നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അതായത് നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ട് രണ്ട് ഭാഗം അടിച്ചതിന് ശേഷം നല്ല വശം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആ തുമ്പ് വീണ്ടും മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് ഭാഗം, അതായത് ഫ്രണ്ടും ബാക്കും നമ്മളങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ വീഡിയോസിൽ കൈ കണ്ടില്ല, അങ്ങനെ ഒരു പ്രില്ല് വർക്ക് വരുന്ന ഒരു കൈയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അളവ് കാര്യങ്ങളൊന്നും പറയണില്ല, അതിൽ വെറും സ്റ്റിച്ചിങ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രിൻ്റ് വർക്ക് വരുന്ന തുണിയുടെ മേലെ നമ്മൾ ഇതുപോലെ സാറ്റിൻ ക്ലോത്ത് ബ്ലാക്ക് വെച്ചിട്ട് ഞെറിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു രണ്ട് ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന അതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ, അതായത് ബാക്ക് പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുക. അതായത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ. അപ്പോൾ അതുപോലെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ട, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് ഭാഗവും വരിക. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്കേർട്ടിനുള്ള ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ അളവ് എത്രയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, ഇതിൽ വെറും സ്റ്റിച്ചിങ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ബാക്കും ഫ്രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലെയർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കേർട്ടും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഏകദേശം അളവ് എത്രയെന്നുള്ളത് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവ് എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ മടക്കി അവിടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്കേർട്ട് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടും ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. ഇനി നമ്മളിത് അവരുടെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലിൽ തയ്ച്ചു തരാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ തയ്ച്ചെടുത്തതാണ്. ഇനി അവരത് കൊണ്ടുപോയിട്ട് അവരിട്ടിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.